പണ്ഡിതരെ അവഹേളിച്ചു എന്നാരോപിച്ച് സമസ്ത യുവജന നേതാവ് നാസർ ഫൈസി കൂടത്തായിക്കെതിരെ നടപടി. സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനാണ് തീരുമാനം. പുറത്താക്കാനുള്ള പ്രമേയത്തിന് പിന്നാലെ സ്ഥാനം രാജിവെച്ചതായി നാസർ ഫൈസി കൂടത്തായി അറിയിച്ചു. VS രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, ഇതിൽ ഈ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ നടപടി വരും എന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ വിമർശനം ഉയർന്നു, ഇതിന് പിന്നാലെ രാജിയിലേക്ക് എത്തുന്നു. പോഷക സംഘടനയിൽ നിന്ന് രാജിയിലേക്ക് എത്താനുള്ള തീരുമാനം ഈ വിമർശനം ഉയർന്നതിന് പിന്നാലെ തന്നെയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയല്ലേ രാജി? ശ്രുതി, തീർച്ചയായും സമസ്തയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള SYSന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹം ഒരു ലീഗ് അനുകൂലിയായ, സമസ്തയ്ക്കുള്ളിൽ ലീഗിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് ആധിപത്യമുള്ള ഒരു പോഷക സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഖത്തീബുമാരുടെ സംഘടന, ജമിയത്തുൽ കുത്തുബ എന്നറിയപ്പെടുന്നത്. ആ ജമിയത്തുൽ കുത്തുബയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് നാസർ ഫൈസിയെ നീക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നാസർ ഫൈസിയെ നീക്കാൻ വേണ്ടി പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് പ്രമേയം പാസ്സായത്. ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട ഉടൻ തന്നെ നാസർ ഫൈസി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സമസ്തയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് സമസ്ത പണ്ഡിതന്മാർക്കെതിരെയും ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന മറ്റ് നേതാക്കന്മാരുണ്ട്. അവരെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തുവിടാൻ അവസരം നൽകണം എന്നതുകൂടിയാണ്. ഈ നാസർ ഫൈസിയുടെ പുറത്താക്കൽ പ്രമേയം സമസ്ത മുഷാവറയുടെ തീരുമാനത്തിന് വിടുക എന്നതായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രമേയത്തിൽ വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? പ്രധാനമായും പണ്ഡിതന്മാരെ അവഹേളിച്ചു എന്നുള്ളതാണ്. ഈ ഖത്തീബ് എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖത്തീബുമാരുടെ സംഘടനയാണ് ജമിയത്തുൽ കുത്തുബ എന്ന് പറയുന്നത്. ഈ ജുമാ നിസ്കാരത്തിനൊക്കെ ഖത്തീബായി നിൽക്കുകയും ആ ഖത്തീബുമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ജമിയത്തുൽ കുത്തുബ എന്ന് പറയുന്നത്. ഖത്തീബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനവുമാണ്. ഖത്തീബിന് മുകളിൽ പിന്നെ ഖാളിമാളാണ് ഉണ്ടാവാറുള്ളത്. ആ ഖത്തീബായിട്ടുള്ള വ്യക്തി കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി. അദ്ദേഹം ഇത്തരത്തിൽ സമസ്ത നേതാക്കന്മാർക്കെതിരെയും സമസ്തയിലെ പണ്ഡിതന്മാർക്കെതിരെയും ഒക്കെ എതിരെ പരസ്യമായി തന്നെ സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു. സംഘടനയിൽ കൂടുതൽ സജീവമല്ല. അങ്ങനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ടാണ് നാസർ ഫൈസി കൂടത്തായി പുറത്താക്കുന്നത്.